സ്കൂളിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും സൈക്കിൾ പരിശീലനം ഉറപ്പാക്കുകയാണ് ഇടുക്കി തുടങ്ങനാട് സെന്റ് തോമസ് ഹൈസ്കൂൾ. പക്ഷേ ഈ പരിശീലന പദ്ധതി സ്കൂളിൽ ആരംഭിക്കുന്നതിലേക്ക് നയിച്ചത് സംഭവബഹുലമായ ഒരു കഥയാണ്. ഒരു അധ്യാപികയുടെ സ്വപ്നം യാദൃശ്ചികതകളാൽ യാഥാർത്ഥ്യമായ കഥ. ആകസ്മികതകളുടെ ക്രമരഹിതമായ കൂടിച്ചേരലാണ് ജീവിതം. മലയോര ഗ്രാമമായ തുടങ്ങനാട് സെന്റ് തോമസ് ഹൈസ്കൂളിൽ ജോലി ചെയ്യുമ്പോഴാണ് ഷാനി ടീച്ചർ ഡ്രൈവിംഗ് പഠിക്കുന്നത്. 30-ാം വയസ്സിൽ ഡ്രൈവിംഗ് പഠിക്കാൻ താൻ അനുഭവിച്ച പ്രയാസം തൻ്റെ വിദ്യാർത്ഥികൾക്കുണ്ടാകരുത് എന്ന് അവരെപ്പോഴും ആഗ്രഹിച്ചിരുന്നു. ആ ആഗ്രഹം സബലീകരിക്കാൻ അവർ പോലും അറിയാതെ പ്രപഞ്ചം ഗൂഢാലോചന നടത്തുകയായിരുന്നു. ആൽക്കെമിസ്ട്രി പറയുന്ന പോലെ നമ്മളൊരു കാര്യം മനസ്സിൽ ആഗ്രഹിച്ചാൽ, അതിനെക്കുറിച്ച് സ്വപ്നം കണ്ടാൽ പ്രകൃതി ഒന്നടങ്കം അതിന് നമ്മോട് കൂടെ നിന്ന് അത് നമുക്ക് നടത്തിത്തരും എന്ന്. 20 സൈക്കിളെങ്കിലും ഞങ്ങളുടെ സ്കൂളിന് കിട്ടിയാൽ ഞങ്ങൾക്കത് ഉപകാരപ്പെടും എന്നുള്ള രീതിയിൽ ഒരു പ്രോജക്റ്റ് എഴുതി സമർപ്പിച്ചു. അപ്പോൾ ഈ ചെന്നൈ സ്വദേശികളായ 2 പേരാണ്, മിസ്റ്റർ ആൻഡ് മിസ്സസ് പളനിയപ്പൻ. അവർ ആണ് ഇത് ഞങ്ങൾക്ക് സ്പോൺസർ ചെയ്യാൻ, അല്ലെങ്കിൽ ഈ പൈസ സ്പോൺസറിങ്ങിനെ കുറിച്ച് തയ്യാറായത്. 9 വർഷങ്ങൾക്ക് മുൻപ് തുടങ്ങനാടിന് സമീപത്ത് വെച്ച് വാഹനാപകടത്തിൽപ്പെട്ട ചെന്നൈ ദമ്പതികൾ തങ്ങളെ രക്ഷിച്ച നാട്ടുകാർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് അന്നേ മനസ്സിൽ കരുതിയിരുന്നു. വർഷങ്ങൾക്ക് ശേഷം സെന്റ് തോമസ് സ്കൂളിലെ വിദ്യാർത്ഥിനികൾക്ക് സൈക്ലിംഗ് പഠിക്കാനുള്ള ചിലവ് മുഴുവൻ അവർ വഹിക്കുകയായിരുന്നു. നല്ലതായിരുന്നു. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ഷട്ടിൽ ബാച്ച് അതൊക്കെ എല്ലാവർക്കും അടിയായിരുന്നു. ഇപ്പോൾ സൈക്കിൾ ഉണ്ടാണ് എല്ലാവരും സൈക്കിളിൻ്റെ പുറകെ പോകണം. ഈ പ്രായത്തിലെ പഠിപ്പിക്കുന്നത് നല്ലതല്ലേ? കാരണം വലുതാകുമ്പം ഈ ലേണേഴ്സൊക്കെ എഴുതി സ്കൂട്ടറൊക്കെ ഓടിക്കാൻ പഠിക്കണമെങ്കിൽ ഡ്രൈവിംഗ് ആവശ്യമല്ലോ. അതുകൊണ്ട് ഈ പ്രായത്തിലെ തന്നെ സൈക്കിൾ ഓടിക്കാൻ പഠിച്ചത് ഡ്രൈവിങ്ങിന് കൂടുതൽ എളുപ്പമൊക്കെ. കഴിഞ്ഞ ഓണക്കാലത്താണ് പരിശീലനം ആരംഭിച്ചത്. സ്കൂളിലെ 300 പെൺകുട്ടികളിൽ ഭൂരിഭാഗം പേരും സൈക്കിൾ പരിശീലനം പൂർത്തിയാക്കിയിരിക്കുന്നു. 5ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെയുള്ള കുട്ടികളെയാണ് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ അതിലൊരു എല്ലാ ക്ലാസ്സിലും ഒരു 1-2 പിള്ളേരൊക്കെ ഉള്ളൂ ഇനി പഠിക്കാനേ. ബാക്കി എല്ലാവരും കംപ്ലീറ്റ് ആയി ഒരുവിധം. വലിയ ആവേശമാണല്ലേ? ഭയങ്കര ആവേശമാണ്. ഞങ്ങൾക്ക് PTPD കിട്ടുമ്പോൾ ആദ്യം ഞങ്ങൾ ഓടി വരുന്നത് സൈക്കിൾ എടുക്കാനാണ്. ഒരു അധ്യാപികയുടെ സ്വപ്ന സാക്ഷാത്കാരമാണിത്. സ്വപ്നങ്ങളിലേക്ക് സൈക്കിൾ ചവിട്ടുന്ന കൊച്ചു പെൺകുട്ടികൾ. മീഡിയ 1 ഇടുക്കി.